നമസ്കാരം, ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കുന്ന ഗണപതി ഭഗവാനെ, ദൃഷ്ടിദോഷ ഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങളിൽ ഒരു ഭാവമാണ് ദൃഷ്ടി ഗണപതി. ദൃഷ്ടി ഗണപതിയുടെ മന്ത്രം ഏതാനും വർഷങ്ങൾ മുമ്പ് ഞാൻ അവതരിപ്പിച്ചിരുന്നു. ഇന്നത്തെ കാലത്ത് ദൃഷ്ടിദോഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. പലർക്കും ഈ കാര്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ പോലും അനുഭവത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അതിൽ വിശ്വസിക്കുന്നവർക്കായിട്ടാണ് ഞാൻ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത്. അല്ലാതുള്ളവർ നിങ്ങളുടെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക. ഈ വീഡിയോ ഒഴിവാക്കിയേക്കുക. കല്ലേറ് കൊണ്ടാലും കണ്ണേറ് കൊള്ളരുത് എന്നാണ് പഴമക്കാർ പറഞ്ഞിരുന്നത്. കല്ലേറ് കൊള്ളുന്നതിനേക്കാൾ വലിയ ആപത്തുകളാണ് കണ്ണേറ് മൂലമുണ്ടാകുക. അതുകൊണ്ട് തന്നെ കണ്ണേറ് മൂലമുണ്ടാകുന്ന ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ ഒത്തിരിയായിട്ട് നിരവധി കാര്യങ്ങൾ നമ്മുടെ പൂർവികർ ചെയ്തിരുന്നു. അതിൽ ഒരു കാര്യമാണ് ദൃഷ്ടി ഗണപതിയെ ഭജിക്കുക എന്നുള്ളത്. കണ്ണേറ് ബാധിക്കുന്നവർക്ക് പരിഹാരമായി ധാരാളം വീഡിയോകൾ ഞാൻ ചെയ്തിരുന്നു. ഇനിയും ഏതാനും വീഡിയോകൾ കാലത്തിനനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ കരുതാം. ദൃഷ്ടി ഗണപതി, കണ്ണേറ് മാറ്റാൻ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമായി ചെയ്യാവുന്ന ഒരു മാർഗമാണ് ദൃഷ്ടി ഗണപതി മന്ത്രജപം. കല്ലേറ് കൊണ്ടാലും കണ്ണേറ് കൊള്ളരുത് എന്നാണ്. അസൂയ കൊണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടി, അവരുടെ കണ്ണാലുള്ള നോട്ടം കൊണ്ട് നമുക്ക് ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതിനാണ് ദൃഷ്ടിദോഷം എന്ന് പറയുന്നത്. ദൃഷ്ടിദോഷത്തിന് ഒരു കല്ലുകൊണ്ട് എറിയുന്നതിനേക്കാൾ ശക്തിയുണ്ട് എന്നാണ് വിശ്വാസം. ഒരാൾ സാധാരണ മട്ടിലാണ് നമ്മളെ നോക്കുന്നതെങ്കിൽ അതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ ആ നോട്ടത്തിൽ അസൂയയും അതിശയവും ഒക്കെ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദൃഷ്ടിദോഷമായി ഭവിച്ചേക്കാം. അതുകൊണ്ട് ആ വ്യക്തിക്കും കുടുംബത്തിനും ഒക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെട്ടേക്കാം. ഇത് കാലങ്ങളായിട്ടുള്ളൊരു വിശ്വാസമാണ്. അതിനാണ് നമ്മളുടെ പൂർവികർ നിരവധിയായിട്ടുള്ള പരിഹാര മാർഗങ്ങളും കണ്ടെത്തിയിരുന്നത്. ഈ ദോഷത്തിനെയാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ് എന്ന് പറയുന്നത്. കണ്ണേറ് ദോഷം നീക്കാനായിട്ട് നിരവധി മാർഗങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് പുറകാലെ പരിശോധിക്കാം. ഇന്ന് നമുക്ക് ഇപ്പോൾ ദൃഷ്ടി ഗണപതിയുടെ വിശേഷങ്ങളെ പറയാം. ദൃഷ്ടിദോഷമെല്ലാം തട്ടി അകറ്റുന്ന കൺദൃഷ്ടി ഗണപതി. അഗസ്ത്യമുനി തന്നെ ബാധിച്ച ദൃഷ്ടിദോഷങ്ങളെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുകയും ഒരു പുതിയ ഗണപതി രൂപത്തെ തന്നെ സൃഷ്ടിക്കുകയും ചെയ്തു. തന്നെ ബാധിച്ച കൺദൃഷ്ടിയിൽ നിന്ന് രക്ഷ നേടാനായി അഗസ്ത്യമുനി ശുഭദൃഷ്ടി ഗണപതി എന്ന ഗണപതി ഭാവത്തെ രൂപീകരിച്ചു. അതൊരു മഹാശക്തിയായി പരിണമിച്ചു. ഇത് ഗണപതി ഭാവത്തിന്റെ 33ാമത്തെ ഭാവമായിട്ടാണ് പറയുന്നത്. 32 ഭാവങ്ങളിലുള്ള വീഡിയോകൾ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഭഗവാൻ മഹാവിഷ്ണുവിന്റെ അംശമായിട്ടുള്ള 2 കണ്ണുകൾ, ശിവന്റെ 3ാം കണ്ണ്, ശക്തിയുടെ ശൂലം, സർവ്വദൈവങ്ങളുടെയും ആയുധങ്ങൾ, വാഹനങ്ങളായിട്ടുള്ള സിംഹം, എലി എന്നിവയ്ക്കൊപ്പം മഹാലക്ഷ്മിക്ക് പ്രിയപ്പെട്ട ചെന്താമരയ്ക്ക് മീതെ ഒരു യോദ്ധാവിനെ പോലെയാണ് ദൃഷ്ടി ഗണപതിയുടെ ഈ രൂപം. ഈ അവതാര രൂപത്തിന്റെ തലയ്ക്ക് മീതെ 9 നാഗരൂപങ്ങളും അഗ്നിനാളവുമുണ്ട്. കൺദൃഷ്ടി ഗണപതിയുടെ ഫോട്ടോ നമ്മുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും ഒക്കെ വെക്കുന്നത് ദൃഷ്ടിദോഷത്തെ ഇല്ലാതാക്കും. വടക്കോട്ട് അഭിമുഖമായിട്ട് ദൃഷ്ടി ഭഗവാന്റെ ഫോട്ടോ വെച്ച് വണങ്ങുന്ന പക്ഷം ദൃഷ്ടിദോഷമെല്ലാം ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. ബുധനാഴ്ച ദിവസം പ്രത്യേകമായി ദൃഷ്ടി ഗണപതിയെ വണങ്ങുന്നത് ഉത്തമ ഫലത്തെ നൽകുമെന്നാണ് വിശ്വാസം. നിങ്ങൾക്ക് കൺദൃഷ്ടി ഗണപതി ഭഗവാന്റെ ഫോട്ടോ ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക. ഞാൻ ഫോട്ടോ അയച്ചു തരുന്നതാണ്. എല്ലാവർക്കും അത് പ്രിന്റ് എടുത്ത് അവരവരുടെ ആവശ്യത്തിനായി സൂക്ഷിക്കാവുന്നതാണ്. മന്ത്രം ഉൾപ്പെടെയുള്ള ഫോട്ടോയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ അറിയിക്കുക. അല്ലാത്ത ഫോട്ടോയാണ് ആവശ്യമെങ്കിൽ അങ്ങനെയും അയച്ചു തരാവുന്നതാണ്. ഇനി നമുക്ക് ആ മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം. ദൃഷ്ടി ഗണപതി സ്തോത്രത്തെ നിങ്ങളുടെ ആവശ്യത്തിനായി പറയുകയാണ്. ഓം അഭീപ്സിതാർത്ഥ സിദ്ധ്യർത്ഥം പൂജിതൈ സുരൈരപി സർവവിഘ്നഛിതേ തസ്മൈ ഗണാധിപതേ നമഃ എന്നാണ്. ഭഗവാൻ മഹാദേവനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രത്തെ നിത്യം ജപിക്കുക. ഏത് ദൃഷ്ടിദോഷവും ഇല്ലാതാകുന്നതാണ്. ധാരാളം കണ്ണുകളും തീജ്വാലകളും സർപ്പരൂപങ്ങളും എല്ലാ ദേവന്മാരുടെയും ആയുധവും വാഹനവും ഒക്കെ ഉൾക്കൊള്ളുന്ന മഹാശക്തിയാണ് ദൃഷ്ടി ഗണപതി. ഈ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ഒരാളെയും ദൃഷ്ടിദോഷം ബാധിക്കത്തില്ല. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും ഇതുപോലുള്ള നല്ല വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.